ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡിയർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു കൊട പോലൊരു ഷേപ്പ് ഉണ്ടാക്കാം, ഒരു അംബ്രല്ല ഷേപ്പ് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു സ്ക്വയർ ഷേപ്പ് പേപ്പറും പശ, കത്തിരിക എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അത് തുറക്കുക. അങ്ങനെ കുറേ ഷേപ്പ് കിട്ടും. അതിനനുസരിച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ ഇളക്കുക. രണ്ട് സൈഡും ഇതേപോലെ മടക്കാം. ഈ കാണുന്ന പോലെ ഇതൊന്ന് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മടക്കുക. ഇതിന് ശേഷം അത് രണ്ട് സൈഡും അതേപോലെ അങ്ങനെ മടക്കി കൊടുക്കുക. പിന്നെ ഈ സൈഡ് എടുത്തിട്ട് അതും ആ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. എല്ലാ സൈഡും അങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇതിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ശേഷം നല്ലോണം ഒന്ന് പ്രസ് ചെയ്യണം. അത് മെയിനാണ്. പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ വരകളൊന്നും അതിൽ വരില്ല. എന്നിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇതിന് ശേഷം എല്ലാ സൈഡും അങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഇങ്ങനൊരു കൊട ഷേപ്പ് കിട്ടും. എല്ലാ ഭാഗവും നേരം പോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊട ഷേപ്പ് കിട്ടും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോൺ ഷേപ്പ് കിട്ടും. ഇങ്ങനെ
ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നമുക്കിതാ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. അത്തേക്കും മുറിച്ചല്ല തോന്നുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പും കൂടി ഉണ്ടാക്കണം. അതിന് ശേഷം അത് ഫസ്റ്റ് കണ്ട പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. അവിടെ ഇപ്പോൾ ഇട്ട പോലെ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കണം. കട്ടിങ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും. ഒരു പൂവിൻ്റെ ഷേപ്പ് പോലെ ഉള്ളിൽ കിട്ടും. ഇതാ നമുക്കിതങ്ങനെ ഒരു ഷേപ്പ് ഇതങ്ങനെ അതൊന്നിങ്ങനെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ മടക്കി 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 കൊടുക്കുക. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നിങ്ങനെ ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. കണ്ടോ? ഇങ്ങനെ ഫുൾ റൗണ്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കത് കറക്റ്റ് ഒന്ന് റൗണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കറക്റ്റ് ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് വെട്ടിയിട്ട് കറക്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം മടക്കിയായിരുന്ന പോലെ ഒന്നുകൂടി ഇങ്ങനെ പ്രസ്സപ്പ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ മടക്കിയിട്ട് മറ്റേ ആ ഒരു ഇതിലോട്ടേക്കൊന്നിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, ഒട്ടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അത് ഇതിലോട്ടേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിന് ശേഷം മേൽഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു സ്ട്രോയോ അല്ലെങ്കിൽ നമുക്ക് പേപ്പറിൻ്റെ അത് കയറ്റാൻ പാകത്തിനൊരു ഹോള്, അത്രയേ ഉള്ളൂ. ഇതൊരു ഹോള് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു കട്ട് ചെയ്ത് വെച്ചില്ലേ ആ ഭാഗം ഒന്നിങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഈ കാണുന്ന പോലെ ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക.
ഇങ്ങനെ വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഒരു സ്ക്വയർ ഷേപ്പിൽ ഇത് ഉണ്ടാക്കി. ഇത് സ്ട്രോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രോ ഉള്ളവർ ഉണ്ടാക്കണ്ട, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ നമുക്കത് സ്ട്രോ അങ്ങനെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുൾ റോളാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് നമ്മൾ ഒന്നും കൂടി 2 സൈഡിൽ നിന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളുടെ മറ്റേ സംഭവം പൂ പോലെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് കണ്ടോ, മടക്കി കൊടുക്കാം. നമ്മളുടെ അടുത്ത് വല്ല പെൻസിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കയറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈസിൽ മടക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് മാറിപ്പോകും. അതുകൊണ്ട് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇനി നമുക്ക് കേട്ടോ, നമ്മളങ്ങനെ ആ പെൻസിലിൻ്റെ അളവ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ പെൻസിലിൻ്റെ അളവ് പോലെ ആയത്. എന്നിട്ട് നമുക്ക് ആ പെൻസിൽ വെച്ചിട്ട് ആ പെൻസിലിൻ്റെ റോൾ അനുസരിച്ചിട്ട് ഇതും റോൾ ചെയ്തെടുക്കണം. നമ്മളൊന്നിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് ഉള്ളിൽ നിന്ന് ബാക്കൊക്കെ ഒന്നിങ്ങനെ വലിക്കുക. അപ്പോൾ റെഡിക്ക് ഇങ്ങനെ കിട്ടിക്കോളും. അപ്പോൾ നമ്മളിതാ സ്ട്രോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ചെടുക്കാം. നമുക്കത് ഒന്നിങ്ങനെ കയറ്റി വെച്ചുകൊടുക്കാം. നമുക്കിതാട്ടോ, നമ്മൾ ഇതങ്ങനെ കറക്റ്റ് സ്ട്രോ ഷേപ്പ് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് അത് അതിൻ്റെ മേലെ ഒന്നിങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് ബാക്കിൽ നിന്ന് മേലെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ റെഡിയായി നിന്നോളൂ. ഇങ്ങനെ നമ്മളവിടെ ഒരു റോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടി നമ്മൾ മാസ്കിൻ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് കഷ്ണം കാർഡ്ബോർഡിൽ മാസ്കിൻ ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അതാകുമ്പോൾ നേരം പോലെ ഇങ്ങനെ നിന്നോളൂ കേട്ടോ. നമുക്കത് അവിടെ അങ്ങനെ വെക്കാം. നമുക്ക് വേറെ റോളും കൂടി ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് റോള് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിൽ ഇട്ട് കൊടുക്കണം. മേലെ റോള് വേണം, ബാക്കിൽ റോള് വേണം. നമ്മളൊന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ മാസ്ക് ഉണ്ട്. അപ്പം ഒന്നിങ്ങനെ ഒട്ടിച്ചെടുത്ത് എന്നിട്ട് നമുക്കതൊന്ന് ഇട്ട് കൊടുത്തേക്കാം. നമുക്കിത് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തേക്കാം. അതിന് ശേഷം നമുക്കിപ്പോൾ കുട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സി യു.